ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കുട്ടികളുടെയും വലിയവരെയൊക്കെ ഇഷ്ടവിഭവമായിട്ടുള്ള ചോക്ലേറ്റ് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ വളരെ കുറച്ച് ചേരുവകളൊക്കെ ഉപയോഗിച്ചിട്ട് വീട്ടിലും തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ നോക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ കൂടി തെളിഞ്ഞു വരും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ചോക്ലേറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് ഈ ചോക്ലേറ്റിന് ആവശ്യമായിട്ടുള്ള ചില ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അരിപ്പ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഈ അരിപ്പയിലേക്ക് ഞാനൊരു 1/4 കപ്പ് കൊക്കോ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഈ പഞ്ചസാര പൊടിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ ചോക്ലേറ്റ് കഴിക്കുന്ന സമയത്ത് അതിലിങ്ങനെ തരികൾ മാതിരി ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇനി ഇത് നമുക്ക് മൂന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ മൂന്നും കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ചോക്ലേറ്റിൻ്റെ മിക്സ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വേറൊരു പാത്രം വെച്ച് കൊടുക്കുകയാണ്. ഇനി ഈ പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഞാനൊരു 1/2 കപ്പും 1 ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടർ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ നല്ല ക്വാളിറ്റിയിലുള്ള വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ചില വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കരമായിട്ടുള്ളൊരു കുത്തുണ്ടാവും. ഇപ്പോൾ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നേരത്തെ അരിച്ചെടുത്ത് വെച്ചിട്ടുള്ള ആ കൊക്കോ പൗഡർ മിക്സ് ഉണ്ടല്ലോ, അത് ഇങ്ങനെ കുറച്ചായിട്ടൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുമിച്ച് ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ ഇത് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് കുറച്ചായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ബാക്കി പകുതി പോർഷനും കൂടി ഇതിലേക്ക് ചേർത്ത് കട്ടയില്ലാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചോക്ലേറ്റ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ചോക്ലേറ്റ് മോൾഡ് എടുത്തിട്ടുണ്ട്. ഇത് സിലിക്കണിൻ്റെ ചോക്ലേറ്റ് മോൾഡാണ്. ഇത് നമുക്ക് അടുത്തുള്ള ഷോപ്സിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇനി അഥവാ ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ഫ്രീസറിൽ നമ്മൾ ഐസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഐസ് ട്രേ ഉണ്ടല്ലോ, അതും ഉപയോഗിക്കാവുന്നതാണ്. അതിലേക്ക് ചോക്ലേറ്റ് മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടും നമുക്ക് ചോക്ലേറ്റ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ചോക്ലേറ്റ് മിക്സ് ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഈ സിലിക്കൺ മോൾഡിൻ്റെ ഓരോ മോൾഡിലും പകുതി പോർഷൻ വരെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ചോക്ലേറ്റിൽ ഞാൻ കുറച്ച് നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നട്ട്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ബദാമും അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പകുതി പോർഷൻ ഫില്ല് ചെയ്തിട്ടുള്ള ഈ മോൾഡ് ഒന്ന് കൊണ്ടുപോയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് 10 മിനിറ്റ് വരെ ഒന്ന് സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഇതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുത്തിട്ട് ബാക്കി പോർഷനും കൂടി ചോക്ലേറ്റ് മിക്സ് ഒഴിച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ മോൾഡും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ എയർ ബബിൾസ് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അത് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 2-3 മണിക്കൂർ നേരം ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ വേറൊരു ടൈപ്പിലുള്ള മോൾഡും കൂടി എടുത്തിട്ടുണ്ട്. അതിങ്ങനെ പല ടൈപ്പിലുള്ള ഫ്രൂട്ട്സിൻ്റെ ഷേപ്പിലൊക്കെ വരുന്ന ഒരു മോൾഡാണ്. കുറച്ച് ചോക്ലേറ്റ് മിക്സ് നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇത് ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള ചോക്ലേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് കാരണം ഇതിൽ നട്ട്സ് ഒന്നും ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ ഇതും എല്ലാതും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ നമ്മൾ ചെയ്ത മാതിരി തന്നെ 2-3 മണിക്കൂർ നേരം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 മോൾഡിലെയും മിക്സ് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഡീമോൾഡ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. അതിൻ്റെ ഈ മോൾഡിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരും. അപ്പോൾ നോക്കൂ, നല്ല അടിപൊളി ചോക്ലേറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവരും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അഭിപ്രായമൊക്കെ പറയൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തോളൂ. അപ്പോൾ പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്